ഹായ് ഹലോ വെൽക്കം ടു കെയർ ലെസൺസ്. ഇന്നൊരു സോളിഡ് വർക്ക്സ് ട്യൂട്ടോറിയലാണ്. ഒരു പാർട്ട് ഡ്രോയിങ് എങ്ങനെ സോളിഡ് വർക്ക്സിൽ വരയ്ക്കാമെന്ന് നോക്കാം. സ്ക്രീനിൽ ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് കാണാം. ഈ ഒബ്ജക്റ്റ് എങ്ങനെ 3Dയിൽ സോളിഡ് വർക്ക്സിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഫയലിൽ ന്യൂ പാർട്ട് ഡ്രോയിങ് ഇങ്ങനെ സെലക്ട് ചെയ്യുക. യൂണിറ്റ് MMGS ആയിരിക്കണം. ഫ്രണ്ട് പ്ലെയിൻ സെലക്ട് ചെയ്ത് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തിട്ട് 120 ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു. വീണ്ടും സർക്കിൾ ടൂൾ ഉപയോഗിച്ചു. 180 ഡയമീറ്ററിൽ മറ്റൊരു സർക്കിൾ വരച്ചു. സെൻറ്റർ ലൈൻ ഉപയോഗിച്ച് സർക്കിളിൻ്റെ സെൻറ്ററിലൂടെ ഒരു ലൈൻ വരച്ചു. അതിനുശേഷം ട്രിം എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ച് സർക്കിളിൻ്റെ താഴെ ഭാഗം, സെൻറ്റർ ലൈനിന് താഴെയുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞു. വീണ്ടും ലൈൻ ടൂൾ ഉപയോഗിക്കുക. ഒരു കോർണറിൽ നിന്ന് 22 മില്ലിമീറ്ററിൽ ലൈൻ വരച്ചു. ഇനി കണ്ടിന്യൂസ് ആയിട്ട് 55, 72, 55, 46, 180, മുകളിലേക്ക് 46, വീണ്ടും 55, 72, 55 ലൈന് മുകളിലേക്ക് കൊണ്ടുവന്ന് കണക്ട് ചെയ്യുക. 22ൽ വരച്ച് കണക്ട് ചെയ്തു. ഓക്കെ, ഇനി താഴെയുള്ള 180ൻ്റെ ലൈന് ഓഫ്സെറ്റ് ടൂൾ എടുത്തു. അതിനുശേഷം താഴെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഒഴിവാക്കുക. നമുക്ക് ഒരു ഡയറക്ഷനിൽ, മുകളിലേക്കുള്ള ഒരു ഡയറക്ഷൻ മാത്രം മതി. അതിലേക്ക് ഓൺ ചെയ്തിട്ട് 27ൽ 180ൻ്റെ ലൈന് ഓഫ്സെറ്റ് ചെയ്തു. ഇനി ലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് അകത്തുള്ള സർക്കിളിൻ്റെ കണക്ട് ചെയ്തു. താഴേക്ക് കണക്ട് ചെയ്തു. ട്രിം ടൂൾ ഉപയോഗിച്ചിട്ട് ഈ പോർഷൻസ് കട്ട് ചെയ്ത് കളയുന്നു. ഇനി സ്മാർട്ട് ഡയമെൻഷൻ ഉപയോഗിച്ചിട്ട് സെൻറ്ററിൽ നിന്ന് ഈ സൈഡിലേക്കുള്ളൊരു ഡിസ്റ്റൻസ് 145 എന്നുള്ളത് മാർക്ക് ചെയ്തു. ഇപ്പോൾ നമ്മുടെ സ്കെച്ച് ഫുള്ളി ഡിഫൈൻഡ് ആയിട്ടുണ്ട്. അതിനുശേഷം സ്കെച്ച് എക്സിറ്റ് ചെയ്തു. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെച്ചു. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് ബോസ് സ്പേസ് എന്നുള്ള ടൂൾ സെലക്ട് ചെയ്തു. ൽ ബ്ലൈൻഡ് മാറ്റി മിഡ് പ്ലെയിനിലേക്ക് വെച്ച് ഓഫ്സെറ്റ് എക്സ്ട്രൂഡ് ചെയ്തു. ഓക്കെ, ഇനി ഈ സൈഡ് ഭാഗമാണ് നമ്മൾ ഇനി അടുത്ത് വരയ്ക്കുന്നത്. പ്ലെയിൻ അല്ല, ഈ സൈഡ് ഫേസ് സെലക്ട് ചെയ്തിട്ട് സ്കെച്ച് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്നു. സൈഡ് ഫേസിൽ വരയ്ക്കുകയാണ്. ആദ്യമായിട്ട് കൺവേർട്ട് എൻറ്റിറ്റീസ് ഉപയോഗിച്ചിട്ട് ഈ മുകളിലുള്ള എഡ്ജ് സ്കെച്ചിലേക്ക് കൊണ്ടുവരാം. സെൻറ്റർ ലൈൻ സെലക്ട് ചെയ്ത് ഈ ഒരു പോയിന്റിൽ നിന്ന് സൈഡിലേക്ക് ലൈന് വരച്ചു. ഈ ലൈനിൽ സെൻറ്റർ ബേസ് ചെയ്തിട്ട് സർക്കിൾ വരയ്ക്കാം. സർക്കിളിൻ്റെ ഡയമീറ്റർ 36 ആണ്. 36ൽ സർക്കിൾ വരച്ചു. സർക്കിളിൽ നിന്ന് മുകളിലേക്ക് 2 ലൈൻസ് മുകളിലെ ലൈനിലേക്ക് കണക്ട് ചെയ്ത് വരയ്ക്കാം. ട്രിം എൻറ്റിറ്റീസ് ടൂൾ ഉപയോഗിച്ചിട്ട് ലൈനിൻ്റെ ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്യുക. അതുപോലെ സർക്കിളിൻ്റെ മുകളിലെ ഭാഗവും കട്ട് ചെയ്യുക. ഓക്കെ, സ്കെച്ച് എക്സിറ്റ് ചെയ്യുക. ഐസോമെട്രിക് വ്യൂവിലേക്ക് വെക്കുക. ഫീച്ചർ ടാബിൽ എക്സ്ട്രൂഡഡ് കട്ട് എന്നുള്ള ടൂൾ ഉപയോഗിച്ച് അതിനെ എക്സ്ട്രൂഡ് ചെയ്യുന്നു. 40 ആണ് ലെങ്ത്ത്. 40 ലെങ്ത്ത് കട്ട് ചെയ്യുന്നു. ഒരു ഭാഗത്ത് കട്ടിങ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഭാഗത്ത് അതേപോലെ കട്ടിങ് വരാൻ വേണ്ടിയിട്ട്
നമുക്ക് മിറർ ടൂൾ ഉപയോഗിക്കാം. മിറർ ടൂൾ സെലക്ട് ചെയ്തു, പ്ലസ് പോയിന്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ട്രീ ഓപ്പൺ ചെയ്തു. ഇവിടെ റൈറ്റ് പ്ലെയിൻ ആണ് നമ്മുടെ മിറർ ഫേസ്. അതിനുശേഷം താഴെ എക്സ്ട്രൂഡഡ് കട്ട് എന്നുള്ള ഇത് മിറർ ചെയ്തു. ഇപ്പോൾ രണ്ട് ഭാഗത്തും മിററിങ് വന്നിട്ടുണ്ട്. ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. താങ്ക് യു.